നമ്മുടെ വിധി മുൻപേ എഴുതപ്പെട്ടതാണോ? നമ്മുടെ വിധിയിൽ എന്ത് സംഭവിച്ചാലും അത് മുൻപേ തീരുമാനിക്കപ്പെട്ടതാണ്. സുഹൃത്തുക്കളെ, ഗരുഡ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തെന്നാൽ ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ അവന്റെ വിധിയിൽ സംഭവിക്കുന്ന ഓരോ കാര്യവും മുൻപേ തീരുമാനിക്കപ്പെട്ടതാണ്. സുഹൃത്തുക്കളെ, മരണവും ജനനവും മാത്രമാണ് ആർക്കും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സത്യം. എന്നാൽ സുഹൃത്തുക്കളെ, നമ്മുടെ വിധി നമ്മുടെ ജനനത്തിന് മുൻപേ എഴുതപ്പെടുന്നുണ്ടോ അതോ ജനിച്ചതിന് ശേഷമാണോ എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. എന്നാൽ ഗരുഡ പുരാണത്തിൽ ജനനം, മരണം, കർമ്മം എന്നിവയെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. വരൂ ഗരുഡപുരാണത്തിലെ ആ ജ്ഞാനപ്രദമായ സൃഷ്ടി ആരംഭിക്കാം. മനുഷ്യന്റെ വിധി എപ്പോഴാണ് എഴുതപ്പെടുന്നത്? മനുഷ്യന്റെ വിധി അവന്റെ ജനനത്തിനു മുമ്പേ എഴുതപ്പെടുന്നുണ്ടോ അതോ ജനിച്ചതിന് ശേഷമാണോ? നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ ഗീതാ ഗുരുജ്ഞാനം ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഗരുഡപുരാണത്തിലെ ഈ ജ്ഞാനപ്രദമായ സൃഷ്ടിയിൽ നിങ്ങൾ മുഴുകുന്നതിനു മുമ്പ് ഞങ്ങൾ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ പാതിവഴിയിൽ കാണുന്ന തെറ്റ് ഒരിക്കലും ചെയ്യരുത്. കാരണം ഇത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഗരുഡപുരാണത്തിലെ ജ്ഞാനപ്രദമായ സൃഷ്ടിയാണ്. ഗരുഡപുരാണത്തിലെ ഈ രഹസ്യ ജ്ഞാനം അറിഞ്ഞതിനു ശേഷം നിങ്ങളുടെ ജീവിതത്തിലെ അത്യാഗ്രഹം, കോപം, മോഹം, ദുഃഖങ്ങൾ എന്നിവയെല്ലാം അവസാനിക്കും. സുഹൃത്തുക്കളെ, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, ഒരു വ്യക്തിയും ഗരുഡ പുരാണത്തിലെ വിഷയങ്ങൾ പാതിവഴിയിൽ കേൾക്കരുത്. കാരണം അപൂർണമായ അറിവ് എപ്പോഴും വിഷത്തിന് തുല്യമാണ്. അതിനാൽ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഒഴിവാക്കാതെ അവസാനം വരെ കാണണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേ സുഹൃത്തുക്കളെ, കമന്റ് ബോക്സിൽ ജയ് ശ്രീ കൃഷ്ണ എന്ന് എഴുതി ദൈവത്തോട് നിങ്ങളുടെ നന്ദി അറിയിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങൾക്കും അറുതി വരുത്തും. വരൂ സുഹൃത്തുക്കളെ, ഗരുഡപുരാണത്തിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ജനിക്കുന്നതിനു മുൻപേ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. അതിനെ ആർക്കും മാറ്റാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, ഗരുഡപുരാണം നമുക്ക് ജനനം, മരണം മുതൽ നിലവിലെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്നതുവരെ എല്ലാം പഠിപ്പിക്കുന്നു. വരൂ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഒരു കഥയിലൂടെ നമ്മുടെ വിധി ജനിക്കുന്നതിന് മുൻപേ എഴുതപ്പെടുന്നുണ്ടോ അതോ ജനിച്ച ശേഷമാണോ എന്ന് മനസ്സിലാക്കാം. ഈ കഥ ഗരുഡപുരാണത്തിലും സ്കന്ദ പുരാണത്തിലും പറയുന്നതനുസരിച്ചാണ്. ഇത് ശ്രീകൃഷ്ണൻ നാരദനോട് പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ ആ കഥയാണ് കാണാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഒരിക്കൽ ദ്വാരക നഗരത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ദിവ്യ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ദേവർഷി നാരദൻ നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹം കൃഷ്ണനെ വണങ്ങി. പ്രഭോ, അങ്ങ് ത്രികാലജ്ഞനാണ്. ഏതൊരു ജീവനും മനുഷ്യനായി ജനിക്കുന്നുവോ അവന്റെ വിധി മുൻപേ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ എന്ന് ചോദിച്ചു. പ്രഭോ, ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ സംഭവിക്കുന്ന ഓരോ കാര്യവും അവന്റെ ജനനത്തിന് മുൻപേ തീരുമാനിക്കപ്പെട്ടതാണോ അതോ അവൻ മുൻജന്മ കർമ്മങ്ങൾ അനുഭവിക്കുകയാണോ? ഇത് സത്യമാണോ അതോ നമ്മുടെ കഠിനാധ്വാനത്താലും കർമ്മങ്ങളാലും പ്രവൃത്തികളാലും അത് മാറ്റാൻ കഴിയുമോ? ഭഗവാൻ ശ്രീകൃഷ്ണൻ നാരദന്റെ വാക്കുകൾ കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട്, നാരദ, നിങ്ങളുടെ ചോദ്യം വളരെ ആഴമേറിയതും പ്രധാനപ്പെട്ടതുമാണ്. ഇത് മനുഷ്യരാശിയുടെ ജനനം, കർമ്മം, മരണം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ന് പറഞ്ഞു. പിന്നീട് കൃഷ്ണൻ പറഞ്ഞു, നാരദ, ഞാൻ നിനക്കൊരു കഥ പറഞ്ഞുതരാം. അത് നിന്റെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുക മാത്രമല്ല, ഓരോ മനുഷ്യനും ഒരു മുന്നറിയിപ്പും പ്രചോദനവുമാകുകയും
ചെയ്യും. നീ ഈ കഥ പൂർണ്ണ ശ്രദ്ധയോടെ അവസാനം വരെ കേൾക്കുക. കൃഷ്ണൻ പറഞ്ഞു, നാരദ, ഇത് ഗരുഡപുരാണത്തിലെ കഥയാണ്. ഈ കഥ അപൂർണമായി കേൾക്കുന്ന തെറ്റ് ചെയ്യുന്നവന് വലിയ ബുദ്ധിമുട്ടും ദുരന്തവും വരും. കാരണം അപൂർണമായ അറിവ് എപ്പോഴും വിഷത്തിന് തുല്യമാണ്. കൃഷ്ണൻ തുടർന്നു, നാരദ, ഈ കലിയുഗം നിറഞ്ഞ ലോകത്ത് ഏത് മനുഷ്യനാണോ ഈ കഥ പൂർണ്ണ ശ്രദ്ധയോടെ അവസാനം വരെ കേട്ട് മനസ്സിലാക്കുന്നത്, അവൻ ഈ ലോകത്തിൽ നിന്ന് മോക്ഷം ലഭിക്കും. അപ്പോൾ നാരദൻ, പ്രഭോ, ഞാൻ ആ കഥ പൂർണ്ണ ശ്രദ്ധയോടെ അവസാനം വരെ കേൾക്കാം. അങ്ങ് ആ കഥ മടിക്കാതെ പറയുക എന്ന് പറഞ്ഞു. പിന്നീട് ശ്രീകൃഷ്ണൻ നാരദനോട് ആ കഥ പറയാൻ തുടങ്ങി. ശ്രീകൃഷ്ണൻ പറഞ്ഞു, നാരദ, പണ്ടുകാലത്ത് അക്ഷയപുരി എന്ന പേരിൽ വിശാലവും വളരെ വലുതും സമ്പന്നവുമായ ഒരു രാജ്യം ഉണ്ടായിരുന്നു. ആ രാജ്യത്തിലെ രാജാവ് രത്നധർ ആയിരുന്നു. രാജാവ് രത്നധർ വളരെ ധർമ്മിഷ്ഠനും നീതിമാനും ആയിരുന്നു. അദ്ദേഹം എപ്പോഴും തന്റെ പ്രജകളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുകയും ധർമ്മം അനുഷ്ഠിക്കുകയും ചെയ്തു. തന്റെ രാജ്യത്തിന്റെ ഉത്തരവാദിത്തം ഒരു യോഗ്യനായ അവകാശിയെ ഏൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്ന് ഒരു കുഞ്ഞ് വരം ആവശ്യമായിരുന്നു. പിന്നീട് നാരദ രാജാവ് രത്നധറും രാജ്ഞിയും വർഷങ്ങളോളം തപസ് ചെയ്തു. ഇതിൽ സന്തോഷവാനായ ശിവൻ അവർക്ക് കുഞ്ഞ് ജനിക്കാൻ വരമരുളി. പിന്നീട് ഒരു ദിവസം ശിവന്റെ അനുഗ്രഹത്താൽ രാജ്ഞി ഗർഭിണിയായി. രാജാവും രാജ്ഞിയും വളരെ സന്തോഷിച്ചു. കാരണം അവർ തങ്ങളുടെ മകൻ ഒരു മഹാനായ മികച്ച രാജാവായി രാജ്യത്തെ സുഖസമ്പൂർണമായ പാതയിൽ എത്തിക്കണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ രാജ്ഞി ഒരു മകനെ പ്രസവിച്ചപ്പോൾ ആ കുട്ടി ഭിന്നശേഷിക്കാരനും ശാരീരികമായി ദുർബലനുമായിരുന്നു. അവന്റെ ശരീരത്തിലെ എല്ലുകൾ ഒടിഞ്ഞിരുന്നു. കൂടാതെ അവൻ ശാരീരികമായി കഴിവില്ലാത്തവനായിരുന്നു. രാജാവ് രത്നധരന്റെ ഹൃദയം തകർന്നുപോയി. അദ്ദേഹം ദൈവത്തോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ് രത്നധരൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ കണ്ട് തന്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ തീരുമാനിച്ച് അവിടേക്ക് പോയി. രാജാവ് ഭഗവാനോട്, പ്രഭോ, ഞാൻ ഇത്രയധികം തപസ്സുകൾ ചെയ്തു, യാഗങ്ങൾ ചെയ്തു, എന്നിട്ടും എന്റെ മകൻ എന്തുകൊണ്ടാണ് ഭിന്നശേഷിക്കാരനായി ജനിച്ചത്? ഞാൻ ശിവനിൽ നിന്ന് അനുഗ്രഹം നേടിയിരുന്നു, പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇത് എന്റെ വിധിയിൽ മുൻപേ എഴുതപ്പെട്ടതായിരുന്നു എന്ന് ചോദിച്ചു. പിന്നീട് ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ച്, രാജാവേ, നിന്റെ മകൻ ഭിന്നശേഷിക്കാരനായി ജനിച്ചു എന്ന് നീ പറയുന്നത് അതെ. നിങ്ങളുടെ മകൻ ഇങ്ങനെ ജനിച്ചത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് നിങ്ങളുടെ മുൻജന്മങ്ങളിലെ കർമ്മങ്ങളുടെ ഫലമാണ്. ഇത് നിങ്ങളുടെ മുൻജന്മ കർമ്മങ്ങളുടെ ഫലമാണ്. അത് നിങ്ങളുടെ വിധിയിൽ എഴുതപ്പെട്ടിരുന്നു. എന്നാൽ നിങ്ങളുടെ വിധി മുൻപേ തീരുമാനിക്കപ്പെട്ടതാണ് എന്നതല്ല ഇതിന് കാരണം. ഈ സംഭവം നിങ്ങളുടെയും നിങ്ങളുടെ മകന്റെയും കർമ്മങ്ങളുടെ ഫലമാണ്. അത് അവന്റെ മുൻജന്മങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. രാജാവ് ആശ്ചര്യത്തോടെ ചോദിച്ചു, പ്രഭോ, വിധി യഥാർത്ഥത്തിൽ മുൻപേ എഴുതപ്പെട്ടതാണോ? ശ്രീകൃഷ്ണൻ പറഞ്ഞു, ജനനം, മരണം, ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ എന്നിവ മുൻപേ തീരുമാനിക്കപ്പെട്ടവയാണ്. എന്നാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മുടെ വിധി മാറ്റിയേക്കാം. നിങ്ങളുടെ മകൻ ജനിച്ച ദിവസം നിങ്ങൾ ഒരു വിശേഷപ്പെട്ട കുട്ടിക്കായുള്ള വരം നേടിയിരുന്നു. എന്നാൽ ആ കുട്ടിക്ക് തന്റെ ജീവിതത്തിൽ ക്ഷമ, ധൈര്യം എന്നിവ വളർത്തിയെടുക്കുന്നതിനായി വെല്ലുവിളികൾ നേരിടേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ അവന്റെ ഭാവി ആ സമയത്തെ കർമ്മങ്ങളാൽ മാത്രം തീരുമാനിക്കപ്പെടുന്നില്ല. മറിച്ച് ഇത് നിങ്ങളുടെ മുൻജന്മ കർമ്മങ്ങളുടെ ഫലമാണ്. ശ്രീകൃഷ്ണൻ രാജാവ് രത്നധരനോട് പറഞ്ഞു, രാജാവേ, വിധിക്കും കർമ്മത്തിനും വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട്. നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ വിധി രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ നമ്മുടെ കർമ്മങ്ങളെ എപ്പോഴും ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും പാതയിൽ
നിലനിർത്തേണ്ടത്. ശ്രീകൃഷ്ണൻ പറഞ്ഞു, രാജാവേ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നിങ്ങളുടെ മുൻജന്മ കർമ്മങ്ങളുടെ ഫലമാണ്. നിങ്ങളുടെ മകൻ ഭിന്നശേഷിക്കാരനായി ജനിച്ചുവെങ്കിൽ അത് അവന്റെ ആത്മാവിന്റെ മുൻജന്മ കർമ്മങ്ങളുടെ ഫലമാണ്. നിങ്ങൾ ഒരു പുണ്യ ആത്മാവായി ജനിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും പോരാട്ടങ്ങളും തീർച്ചയായും ഉണ്ടാകും. കാരണം ഈ ലോകത്തിൽ ഓരോ ആത്മാവും തങ്ങളുടെ പഴയ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ ഏതെങ്കിലും ഒരു കഷ്ടപ്പാട് അനുഭവിക്കേണ്ടതുണ്ട്. എന്നാൽ ഓർക്കുക, നിങ്ങളുടെ മകന്റെ ജീവിതത്തിലെ കഷ്ടപ്പാട് അവന്റെ പരീക്ഷയാണ്. അവൻ ക്ഷമയോടും ധൈര്യത്തോടും കൂടി ഈ കഷ്ടപ്പാടുകളെ നേരിട്ടാൽ അവന് തന്റെ വിധി മാറ്റാൻ കഴിയും. ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സങ്കൽപ്പിച്ചിരുന്ന അതേ കാര്യം അവൻ ചെയ്യും. സുഹൃത്തുക്കളെ, പിന്നീട് രാജാവ് രത്നധർ ചോദിച്ചു, പ്രഭോ, എനിക്കും എന്റെ മകനും ഞങ്ങളുടെ വിധി മാറ്റാൻ കഴിയുമോ? ശ്രീകൃഷ്ണൻ മറുപടി നൽകി, തീർച്ചയായും നിങ്ങൾ ഇരുവർക്കും നിങ്ങളുടെ വിധി മാറ്റാൻ കഴിയും. നിങ്ങളുടെ മകന്റെ ജനനസമയത്തുണ്ടായിരുന്ന ആ വൈകല്യം അവന്റെ കർമ്മങ്ങളുടെ ഫലമാണ്. എന്നാൽ അവന്റെ ഭാവി അത് നിങ്ങളുടെ നല്ല കർമ്മങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ അവൻ ധൈര്യം, ക്ഷമ, ആത്മവിശ്വാസം എന്നിവ നൽകിയാൽ അവൻ തന്റെ വിധി മാറ്റാൻ കഴിയും. നിങ്ങളുടെ നല്ല പ്രവൃത്തികളുടെ ഫലമായി അവൻ ഒരു ദിവസം ശ്രേഷ്ഠനാകും. കൂടാതെ രാജ്യത്തിന്റെ ഭാരം ചുമക്കാൻ കഴിവുള്ളവനാകും. സുഹൃത്തുക്കളെ, പിന്നീട് ഭഗവാൻ ശ്രീകൃഷ്ണൻ കൂടുതൽ പറഞ്ഞു, വിധി ഒരു ചക്രം പോലെയാണ്. അത് കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ വിധിയെ നിങ്ങൾക്ക് സുഖകരമാക്കാൻ കഴിയും. പിന്നീട് രാജാവ് രത്നധർ ശ്രീകൃഷ്ണനോട് ചോദിച്ചു, വിധി തീർച്ചയായും മുൻജന്മ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടതാണോ? ശ്രീകൃഷ്ണൻ പറഞ്ഞു, അതെ, പക്ഷേ അത് മാറ്റാനുള്ള ശക്തി നിന്റെ കൈകളിലാണ്. നീ നല്ല കർമ്മങ്ങൾ ചെയ്താൽ അതിലൂടെ നിന്റെ വിധിയെയും ക്രമീകരിക്കാൻ കഴിയും. അതോടൊപ്പം ഭക്തി, സാധന, ആത്മീയ പരിശീലനം, സേവനം എന്നിവയിലൂടെയും വിധിയെ മാറ്റാം. ദൈവത്തിൽ ഭക്തിയോടെ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ വിധി മാറ്റാൻ കഴിയും. നീ നിന്റെ മകന് ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടി ജീവിതത്തിലെ പോരാട്ടങ്ങളെ നേരിടാൻ പഠിപ്പിച്ചാൽ അവൻ തന്റെ വിധി മാറ്റാൻ കഴിയും. രാജാവ് രത്നധർ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വാക്കുകൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് തന്റെ മകന് വിദ്യാഭ്യാസം നൽകാൻ ശപഥമെടുത്തു. അവൻ തന്റെ മകൻ കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നിട്ടും ധൈര്യത്തോടും വിശ്വാസത്തോടും കൂടി ജീവിക്കാൻ പ്രചോദനം നൽകി. കാലക്രമേണ ഭിന്നശേഷിക്കാരനായ മകൻ തന്റെ ആത്മവിശ്വാസത്താലും കഠിനാധ്വാനത്താലും സമൂഹത്തിൽ ഒരു പ്രധാന സ്ഥാനം നേടി. അവന്റെ പോരാട്ടവീര്യവും ധൈര്യവും രാജ്യത്തിൽ അവന്റെ ബഹുമാനം വർദ്ധിപ്പിച്ചു. കൃഷ്ണൻ പറഞ്ഞു, നാരദ, നീ ഇത് മനസ്സിലാക്കുക. വിധി എന്നത് ഒരു തുടർച്ചയായ പ്രക്രിയയാണ്. അത് കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ആര് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളുടെ കർമ്മങ്ങളെ ശരിയാക്കി ദൈവത്തിന്റെ ശരണത്തെ അടയുന്നുവോ അവരുടെ വിധിയും മാറുന്നു. ഇത് വെറും കർമ്മം മാത്രമല്ല, ഇത് ജീവിതത്തിലെ പോരാട്ടങ്ങൾ കർമ്മങ്ങളുടെ ഫലവുമാണ്. സുഹൃത്തുക്കളെ, പിന്നീട് ശ്രീകൃഷ്ണൻ നാരദനോട് പറഞ്ഞു, ഈ കഥ നമുക്ക് പഠിപ്പിക്കുന്നത് എന്തെന്നാൽ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നമ്മുടെ മുൻജന്മ കർമ്മങ്ങളുടെ ഫലമാണ്. വിധിക്കും കർമ്മത്തിനും ഒരു നിർദ്ദിഷ്ട രൂപമില്ല. നമ്മുടെ കർമ്മം നമ്മുടെ വിധി മാറ്റാൻ കഴിയും. സുഹൃത്തുക്കളെ, ഗരുഡപുരാണം നമുക്ക് പഠിപ്പിച്ചു തരുന്നു, നാം നല്ല കർമ്മങ്ങൾ ചെയ്ത് സത്യത്തിന്റെ പാതയിൽ നടന്ന് ഈശ്വരനെ ധ്യാനിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ദിശ മാറ്റാൻ കഴിയും. പിന്നീട് ശ്രീകൃഷ്ണൻ നാരദനോട് പറഞ്ഞു, നാരദ, ഈ ലോകം കർമ്മങ്ങളുടെ കണ്ണാടിയാണ്. ആർ എങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നുവോ അവർക്ക്
അങ്ങനെയുള്ള ഫലം ലഭിക്കും. മനുഷ്യൻ ഇത് ഓർമ്മയിൽ വെക്കണം. മാതാപിതാക്കളെ സേവിക്കുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതും ഈശ്വരനെ ധ്യാനിക്കുന്നതുമാണ് വളരെ വലിയ ധർമ്മമാണ്. ഏത് മനുഷ്യനാണോ തന്റെ മുൻജന്മത്തിൽ ആർക്കെങ്കിലും പാപം ചെയ്തിട്ടുള്ളത്, അവൻ നരകത്തിൽ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കുക മാത്രമല്ല, ജന്മം തോറും ആ വിനയെ അനുഭവിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആർ തന്റെ കർമ്മത്തെ ശരിയാക്കുന്നുവോ അവൻ ഈ ചക്രത്തിൽ നിന്ന് മോചിതനാകാൻ കഴിയും. കാരണം ഈ ലോകം ഒരു അവസരമാണ്. ധർമ്മം, സേവനം, സത്യം എന്നിവയാണ് മനുഷ്യന്റെ ജീവിതം. മരണശേഷം അവന്റെ നല്ല കർമ്മങ്ങൾ മാത്രമേ അവനോടൊപ്പം പോകുന്നുള്ളൂ എന്ന് മനുഷ്യൻ ഇവിടെ മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, നമ്മുടെ വിധി മുൻജന്മ കർമ്മങ്ങളുടെ ഫലമാണ് എന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ഓരോ പാപത്തിനും ശിക്ഷയും ഓരോ പുണ്യത്തിനും ഫലവും തീർച്ചയായും ഉണ്ട്. മനുഷ്യനെ, നീ നിന്റെ കർമ്മങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്വാർത്ഥത, പാപം എന്നിവയും അഹങ്കാരവും ഉപേക്ഷിച്ച് ധർമ്മം, സത്യം, സേവനം എന്നിവ സ്വീകരിക്കുക. കാരണം ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യ മാർഗമാണ്. സുഹൃത്തുക്കളെ, ശ്രീകൃഷ്ണൻ ഇങ്ങനെയാണ് നാരദൻ ഗരുഡപുരാണത്തിന്റെ രഹസ്യം പറഞ്ഞുകൊടുത്തത്. സുഹൃത്തേ, വിധി തീർച്ചയായും ജനിക്കുന്നതിനു മുൻപേ എഴുതപ്പെടുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പോരാട്ടം, സത്യം, ധർമ്മം, ദൈവത്തോടുള്ള ഭക്തി എന്നിവയാൽ നമുക്ക് നമ്മുടെ വിധി മാറ്റാൻ കഴിയും. സുഹൃത്തുക്കളെ, ഗരുഡ പുരാണങ്ങളിൽ വിധിയുടെ കണക്കും കർമ്മങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളും കാണാം. എന്നാൽ സുഹൃത്തുക്കളെ, മനുഷ്യൻ തന്റെ കർമ്മങ്ങൾ, പോരാട്ടം, ദൈവത്തോടുള്ള ഭക്തി എന്നിവയിലൂടെ നമ്മുടെ ജീവിതം മാറ്റാൻ കഴിയും. സുഹൃത്തുക്കളെ, ഗരുഡപുരാണം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതം ഒരു വിത്ത് വിതച്ച വയൽ പോലെയാണെന്നാണ്. മനുഷ്യൻ വയലിൽ ഏത് വിത്ത് വിതയ്ക്കുന്നുവോ അതേ ഫലം തന്നെയാണ് അവൻ ലഭിക്കുന്നത്. അതുപോലെ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ എന്ത് കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതിന്റെ ഫലം അടുത്ത ജന്മത്തിൽ അതേ രൂപത്തിൽ അനുഭവിക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഗരുഡപുരാണത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്നു, ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവന്റെ മുൻജന്മ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ അവന്റെ വിധി അവന്റെ ജനനത്തിനു മുൻപേ എഴുതപ്പെടുന്നു. കൂടാതെ അവന്റെ ജനനത്തിനു മുൻപ് അവന്റെ വിധിയിൽ എന്താണോ എഴുതപ്പെട്ടിരിക്കുന്നത് അത് ആ മനുഷ്യൻ സംഭവിക്കുന്നു. ആർക്കും അത് ഒഴിവാക്കാൻ കഴിയില്ല. എന്നാൽ സത്യം, ധർമ്മം, സേവനം എന്നിവയിലൂടെ ദൈവത്തെ സന്തോഷിപ്പിച്ച് നമുക്ക് നമ്മുടെ വിധി മാറ്റാൻ കഴിയും. ഹിന്ദുമതത്തിലെ ഏറ്റവും വലിയ വിശുദ്ധ ഗ്രന്ഥം ഗരുഡപുരാണമാണ്. ഇതിൽ മനുഷ്യന്റെ ജീവിതം, മരണം, വിധി, കർമ്മങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി പറയുന്നു. ഈ പുരാണം ഹിന്ദു മതത്തിലെ 18 മഹാപുരാണങ്ങളിൽ ഒന്നാണ്. കൂടാതെ ഈ പുരാണത്തിൽ ജനനം, മരണം, പുനർജന്മം, കർമ്മം, ആത്മാവിന്റെ പാത എന്നിവയെക്കുറിച്ച് പൂർണ്ണമായി വിശദീകരിച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഗരുഡപുരാണമനുസരിച്ച് മനുഷ്യന്റെ വിധി അവന്റെ മുൻജന്മ കർമ്മങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഗരുഡപുരാണം വിഷ്ണു പുരാണങ്ങളിലെ പ്രധാന ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. ഈ പുരാണം ജീവിതത്തിന്റെ രഹസ്യങ്ങളെക്കുറിച്ചും മനുഷ്യന്റെ കർമ്മഫലങ്ങളെക്കുറിച്ചും പറയുന്നു. ഗരുഡപുരാണത്തിൽ ശ്രീകൃഷ്ണനെ സാക്ഷാൽ ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരമായി കണക്കാക്കുന്നു. സുഹൃത്തുക്കളെ, ഗരുഡ പുരാണത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്നു, മനുഷ്യൻ തന്റെ ജീവിതത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്തും സത്യപാതയിൽ നടന്നും ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതിലൂടെ നമ്മുടെ വിധിയിൽ സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. കൂടാതെ വരാനിരിക്കുന്ന വിധി നമുക്ക് മാറ്റാനും കഴിയും. സുഹൃത്തുക്കളെ, ഗരുഡപുരാണത്തിൽ ശ്രീകൃഷ്ണൻ മനുഷ്യൻ ജീവിക്കുന്നതിന് 3 പ്രധാന ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അവ പിന്തുടരുന്നതിലൂടെ നമുക്ക് നമ്മുടെ വിധിയുടെ കർമ്മങ്ങൾ മാറ്റാൻ കഴിയും. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. കാരണം ഈ വിവരങ്ങളെല്ലാം ഗരുഡപുരാണത്തിലൂടെ പറഞ്ഞവയാണ്. ഈ വീഡിയോ
പാതിവഴിയിൽ ഉപേക്ഷിക്കുന്ന തെറ്റ് ഒരിക്കലും ചെയ്യരുത്. അതിനാൽ ഈ ജ്ഞാനപ്രദമായ സൃഷ്ടി അവസാനം വരെ കാണാൻ മറക്കരുത്. വരൂ നമുക്ക് അറിയാം. നമ്പർ 1, സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുക. മനുഷ്യന്റെ ജനനം ഒരു പ്രത്യേക ലക്ഷ്യത്തിനാണ് സംഭവിക്കുന്നത്. ഏത് മനുഷ്യനാണോ തന്റെ മുൻജന്മത്തിൽ പാപം ചെയ്തത്, അവൻ ഈ ജന്മത്തിലും ആ പാപത്തിന്റെ ഫലം അനുഭവിക്കുന്നു. കാരണം മനുഷ്യന്റെ ജനനത്തിനു മുൻപേ അവന്റെ ജനനം മുതൽ മരണം വരെയുള്ള വിധി തീരുമാനിക്കപ്പെടുന്നു. അതിനാൽ സുഹൃത്തുക്കളെ, ഗരുഡപുരാണത്തിൽ ശ്രീ കൃഷ്ണൻ മനുഷ്യൻ എപ്പോഴും ധർമ്മവും സത്യവും അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വഴി നമുക്ക് നമ്മുടെ മുൻജന്മ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. ദൈവഭക്തിയിലൂടെ നമുക്ക് നമ്മുടെ ജീവിതം മാറ്റാൻ കഴിയും. നമുക്ക് എല്ലാ ഉയരങ്ങളും നേടാൻ കഴിയും. സുഹൃത്തുക്കളെ, ഈ ജീവിതം ഒരു വിലമതിക്കാനാവാത്ത സമ്മാനം. നിങ്ങൾ ഇത് പാഴാക്കരുത്. ശരിയായ കർമ്മവും ധർമ്മവും പാലിക്കുന്നതിലൂടെ നമ്മുടെ അടുത്ത ജന്മത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, ഇതിലൂടെ നിങ്ങൾക്ക് മുഴുവൻ സമൂഹത്തിനും ലോകത്തിനും ഒരു പ്രചോദനത്തിന്റെ ഉറവിടമായി മാറാൻ കഴിയും. നമ്പർ 2, മാതാപിതാക്കളെ സേവിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. സുഹൃത്തുക്കളെ, ഗരുഡപുരാണത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്നു, മനുഷ്യൻ എപ്പോഴും തന്റെ മാതാപിതാക്കളെ സേവിക്കണം. കാരണം മാതാപിതാക്കളുടെ പാദങ്ങളിലാണ് 3 ലോകങ്ങളുടെയും സ്വർഗമുള്ളത്. മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവനും അവരെ സേവിക്കാത്തവനും നരകത്തിൽ ക്രൂരമായ ദുരിതങ്ങൾ അനുഭവിക്കുക മാത്രമല്ല, അവന്റെ അടുത്ത ജന്മത്തിലും വലിയ കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും നേരിടേണ്ടി വരും. കൂടാതെ ആ മനുഷ്യൻ തന്റെ പാപത്തിന്റെ ഫലമായി ജന്മം തോറും ആ കർമ്മത്തിന്റെ ഫലം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്പർ 3, അഹങ്കാരം. സുഹൃത്തുക്കളെ, ഗരുഡപുരാണത്തിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു അവന്റെ അഹങ്കാരമാണ്. അത് മനുഷ്യനെ അവന്റെ നല്ല കർമ്മങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നു. ഏത് മനുഷ്യന്റെ മനസ്സിൽ അഹങ്കാരം കടന്നു ചെല്ലുന്നുവോ, ആ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ദുരന്തങ്ങളല്ലാതെ മറ്റൊന്നും ലഭിക്കില്ല. ഒരു പാതയിൽ കൊണ്ടുപോകുന്നു. ആ വ്യക്തി നരകത്തിൽ ക്രൂരമായ ദുരിതങ്ങൾ അനുഭവിക്കുക മാത്രമല്ല, അവൻ തന്റെ വരാനിരിക്കുന്ന വിധിയെയും നരകത്തെ നോക്കി നയിക്കുന്നു. അതിനാൽ മനുഷ്യൻ എപ്പോഴും സത്യം, ധർമ്മം, സ്നേഹം എന്നീ വികാരങ്ങൾ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഇപ്പോഴത്തെ ജീവിതവും വരാനിരിക്കുന്ന വിധിയും എപ്പോഴും സന്തോഷകരമായിരിക്കും. സുഹൃത്തെ, ഗരുഡപുരാണം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ജീവിതം നമ്മുടെ കർമ്മങ്ങളുടെ ഫലമാണ് എന്നാണ്. ധർമ്മം, സത്യം, പരോപകാരം, മറ്റുള്ളവരെ സഹായിക്കുക എന്നിവ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും വലിയ കടം എന്ന് മനസ്സിലാക്കാൻ ഈ ഗ്രന്ഥം നമ്മെ പ്രേരിപ്പിക്കുന്നു. ആത്മാവിന്റെ മോക്ഷത്തിനും വിടുതലിനും അടുത്ത ജന്മത്തിൽ ഉന്നത ജന്മം നേടുന്നതിനും മനുഷ്യൻ തന്റെ കർമ്മങ്ങളിൽ ശ്രദ്ധിക്കണം. സുഹൃത്തെ, ഗരുഡപുരാണം ഹിന്ദുമതത്തിലെ മികച്ച ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. അത് നമ്മുടെ ജീവിതത്തെ ശരിയായ ദിശയിൽ നയിക്കാനുള്ള ജ്ഞാനം നൽകുന്നു. മനുഷ്യന്റെ വിധി അവന്റെ കർമ്മങ്ങളുടെയും ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെയും ഫലമാണെന്ന് അത് നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഗ്രന്ഥം ജീവിതത്തിന്റെയും മരണത്തിന്റെയും രഹസ്യങ്ങളെക്കുറിച്ച് പറയുന്നതിനോടൊപ്പം മനുഷ്യൻ തന്റെ ജീവിതത്തെ എങ്ങനെ ശരിയായ ദിശയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്നും മനസ്സിലാക്കി തരുന്നു. ഗരുഡപുരാണത്തിൽ മനുഷ്യന്റെ ജനനം, മരണം മുതൽ ഇപ്പോഴത്തെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്നതുവരെ ഈ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വിശദമായി വിവരിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ജീവിതം മുതൽ കർമ്മം, മരണം വരെയുള്ള എല്ലാ വിവരങ്ങളും ഈ ധർമ്മഗ്രന്ഥമായ ഗരുഡപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നമ്മുടെ മുൻജന്മത്തിലെ ഫലമാണ്. സുഹൃത്തുക്കളെ, ഗരുഡപുരാണം നമ്മെ പഠിപ്പിക്കുന്നത് വിധി എന്നത് കർമ്മങ്ങളുടെ ഫലം മാത്രമാണെന്നാണ്. വിധി ജനനത്തിനു മുമ്പേ എഴുതപ്പെട്ടതാണെങ്കിലും നമ്മുടെ കർമ്മം കൊണ്ട് അതിനെ മാറ്റാൻ കഴിയും. സുഹൃത്തെ, ജീവിതം ഒരു സുവർണാവസരമാണ്.
അതിനെ ശരിയായ ദിശയിലേക്ക് നയിച്ച് നമുക്ക് ആത്മാവിനെ മോക്ഷത്തിലേക്ക് നയിക്കാൻ കഴിയും. നന്ദി സുഹൃത്തുക്കളെ. ഗരുഡപുരാണത്തിലൂടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ മനസ്സിലാക്കുകയും സത്യത്തിന്റെ പാതയിൽ നടക്കുകയും ചെയ്യുക. ഇത് വരാനിരിക്കുന്ന ജീവിതം വളരെ സന്തോഷകരമാക്കും. കൂടാതെ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുകയും കമന്റിൽ ജയ് ശ്രീകൃഷ്ണ എന്ന് എഴുതുകയും ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ഗീതാ ഗുരുജ്ഞാനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓരോ പുതിയ വീഡിയോയും നിങ്ങളിലേക്ക് ഉടൻ എത്തും. നന്ദി. ഹര ഹര മഹാദേവ്. ഓം നമഃ ശിവായ. രാധേ രാധേ.